ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഒരിക്കൽ കൂടെ നമ്മുടെ കൊച്ചി ട്രിപ്പ്. പക്ഷേ ഇത് നമ്മുടെ കഴിഞ്ഞ തവണത്തെ പോലത്തെ ഒരു വലിയ കൊച്ചി ട്രിപ്പൊന്നുമല്ല, ഒരു ഷോർട്ട് ട്രിപ്പാണ്. 2-3 വീഡിയോ മാത്രം. അപ്പോൾ എന്നിരുന്നാലും നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം BAR, ബീർ. അതിന്റെ മുമ്പിൽ വെച്ച് വേണമല്ലോ നമ്മളൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ. നമ്മളെല്ലാവരും ടൂറ് പോകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ കാണിക്കയിടുക എന്നുള്ളൊരു ചടങ്ങൊക്കെ നമുക്കുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം MDക്കും ഡ്രങ്കൻജിക്കും കാണിക്കയിടാൻ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അതും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണിക്കയൊക്കെ ഇട്ടു, പ്രാർത്ഥിച്ചു, എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ലേറ്റായി, 6:30 മണിയോളമായി. ഇനി എങ്ങനെയും ഓടിപ്പിടിച്ച് നമ്മുടെ കൊച്ചി എത്തണം എന്നാണ് എൻ്റെ ധാരണ. എന്നിട്ട് വേണമല്ലോ ബാറിൽ പോകാനും കാര്യങ്ങളൊക്കെ നടക്കാനും. അപ്പോൾ ഇനി കൂടുതൽ വെച്ച് താമസിപ്പിക്കുന്നില്ല, സ്റ്റേ ട്യൂൺ. നമ്മുടെ യാത്ര, മധ്യ ലോകത്തേക്കുള്ള യാത്ര നമ്മൾ ആരംഭിക്കുകയാണ് ഗായ്സ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് എൻജോയ് ദ വീഡിയോ. ഗായ്സ്, അങ്ങനെ കൊച്ചി എത്തിയിരിക്കുകയാണ്, എറണാകുളം എത്തിയിരിക്കുകയാണ്. കാണുമ്പോഴേ അറിയാമല്ലോ, ഈ തിരക്കും ബ്ലോക്കും എല്ലാം കാണുമ്പോഴേ നിങ്ങൾക്ക് ഊഹിക്കാം എറണാകുളം എത്തിക്കഴിഞ്ഞു എന്ന്. നമ്മുടെ റൂംസൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ അവിടെ എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ. നല്ല തിരക്കുള്ള സമയമാണ്, നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം. ഏതായാലും കുറച്ചു നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഗായ്സ്. നമ്മൾ ഉടനെ നമ്മുടെ താമസ സ്ഥലത്ത് നമ്മൾ എത്തുന്നതായിരിക്കും. സിഗ്നൽ ആയിരുന്നാടോ? എല്ലാ നാട്ടിലും ഉണ്ട് ഇമ്മാതിരി വാളികൾ, ഇടയെ കൊണ്ട് കുത്തിക്കയറ്റാൻ നോക്കുന്ന പഞ്ഞ. അഞ്ച് മിനിറ്റ് അല്ലെ 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഇവനെ കൊണ്ടൊന്നും കഴിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഗായ്സ്, ഒരു കാര്യത്തിൽ മെച്ചമുണ്ട്. ഞാൻ എപ്പോഴും പറയുമല്ലോ, പഴയ ആ ഒരു എറണാകുളത്തിൻ്റെതായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അത് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. ഞാനിപ്പോൾ പറയുമ്പോൾ പുതുമായിട്ട് തോന്നുന്ന കാര്യമൊന്നുമില്ല. കാരണം എല്ലാവർക്കും അറിയാം, എറണാകുളത്ത് വരുന്ന എല്ലാവർക്കും, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവർ പണ്ട് വന്നിരുന്നതും ഇപ്പൊ വരുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈവൻ ഞാൻ തന്നെ അത് പറയാൻ തന്നെ എനിക്ക് തന്നെ ഒരുപാട് ഫീലായ കാര്യമാണ്. പണ്ടൊക്കെ എറണാകുളം വന്നാൽ 1 മണിക്കൂറെങ്കിലും ആ വൈറ്റില തൊട്ട് നമ്മൾ എത്തേണ്ട സ്ഥലത്ത്, മീൻസ് MG റോഡെങ്കിലും എത്താനായിട്ട് അത്രയും നേരമായിരുന്നു എടുത്തിരുന്നത്. പക്ഷെ അതിനപേക്ഷിച്ച് ഇപ്പൊ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ MG റോഡ്, മഹാത്മാഗാന്ധി റോഡിൽ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ മദ്യവാഹനവുമായിട്ട്, മദ്യപ്പയലുകൾ മദ്യവാഹനവുമായി MG റോഡിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് മദ്യപിക്കാൻ. And once again, it's Madhyavani's territory once again. വെറുതെ ആയി പറഞ്ഞതല്ല, പിന്നെ ബ്ലോക്കിനകത്തോട്ട് പോണ്. നമ്മളിപ്പോ നിൽക്കുന്നത് കാടിച്ച് കൊടുക്ക് മിസ്റ്റർ ഡ്രങ്കൻ പുറത്തോട്ട്. അതെ, വീണ്ടും ഒരു ബാറിന്റെ വാതിക്കൽ. ആ ബാർ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടൽ സ്പെയിൻ ബാർ. നമ്മുടെ ഫസ്റ്റ് കൊച്ചി ട്രിപ്പിൽ നമ്മൾ വന്ന അതേ ബാറാണ് ഗായ്സ്, സ്പെയിൻ ബാർ. അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ കൊച്ചി ട്രിപ്പ് നടത്തിയപ്പോൾ നമ്മൾ താമസിച്ചിരുന്ന അബാദ് മെട്രോ. അപ്പോൾ ഇന്ന് നമ്മൾ താമസിക്കാൻ പോകുന്നത് ഒരു ഹോം സ്റ്റേ അല്ല, ഒരു ടൂറിസ്റ്റ് ഹോമിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാം. നമുക്ക് സമയം വളരെ കുറവാണ്. ഇപ്പൊ ഏകദേശം 7:30 മണി കഴിഞ്ഞു വൈകുന്നേരം. അപ്പോൾ ഇന്ന് നമ്മുടെ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായിട്ടാണ് മാപ്പ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതായാലും അങ്ങോട്ട് പോകാം. വീണ്ടും ബാർ. ഇതെന്താ ബാറുകളുടെ രാജ്യമാണ് ഇവിടെ ഇത്, എവിടെ നോക്കിയാലും ബാർ. അങ്ങനെ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് എത്തിക്കഴിഞ്ഞു. നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് ചവിട്ടണം. അപ്പൊ നമുക്ക് ലഗേജ് എടുക്കാം. നല്ല മഴ സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ല ബാഗ് കൂടി എടുക്കുന്നുണ്ടോ?
അപ്പോൾ ഗായ്സ് നമുക്ക് എന്തായാലും റൂമിലേക്ക് പോകാം. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് ലഗേജ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല സെറ്റപ്പ് മഴ വന്നു കേട്ടോ ഗായ്സ്. ഇതൊക്കെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി ബാധിക്കത്തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞെങ്കിൽ AS ടൂറിസ്റ്റ് ഹോമാണ്. ഞാൻ പറഞ്ഞല്ലോ, അഗോഡയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഒരു കറക്ഷൻ വന്നതാണ്, ബുക്കിംഗ്സ് അല്ല, അഗോഡയിലാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോകാം ഗൈസ്. ഓക്കെ, നമ്മുടെ റൂം താഴെ തന്നെയാണ്. നല്ല ആംബിയൻസ് ഉള്ള റൂമാണല്ലോ അല്ലേ. ഇതും ഒരു ടൂറിസ്റ്റ് ഹോം തന്നെയാണ് ഗൈസ് ഈ കാണുന്നത്. അപ്പം നമ്മുടെ റൂം ഇതാണ്. ഉള്ളല്ലോ ആംബിയൻസ് ഒക്കെ ഉള്ളല്ലോ. അങ്ങ് അറ്റമാണോ മറ്റേത്? സോ ഗായ്സ്, നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ റൂമിൽ. അത്യാവശ്യം സ്പേസേ ഉള്ളൂ. നിങ്ങൾ കഴിഞ്ഞ റൂമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അത് കുറെ കൂടെ സ്പേഷ്യസ് റൂം ആയിരുന്നു. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മൾ സ്പേഷ്യസ് ആയിട്ടുള്ള റൂംസ് എടുക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് മാത്രമേ നമ്മൾ റൂം എടുക്കാറുള്ളൂ. നമ്മുടെ ആവശ്യം, നമ്മുടെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിന് ഒരു ചെറിയ കുടിലാണെങ്കിലും നമുക്കൊരു പ്രശ്നമല്ലത്. അപ്പൊ ഏതായാലും വന്ന പാടെ നമുക്ക് ലഗേജ് ഒക്കെ ഇവിടെ വെക്കാം. ലഗേജിന് മുമ്പ് നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട്. അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. നല്ല മഴയാണ്. വെറുതെ ദൗർഭാഗ്യകരമായിട്ടാണെങ്കിലും ഒരു കൊട മദ്യപാനി എടുത്തു. അതാണ് കാരണത്തോട്ട് കയറാനൊക്കെ സുഖമാണ്. ഇനി നമുക്ക് നമ്മുടെ ഡ്രങ്കന്റെ റൂം കാണാം. തൊട്ടടുത്ത് തന്നെയാണ്. നല്ല ആംബിയൻസ് ആണ് കേട്ടോ കാഴ്ച. ഇവിടെ ആ ഒരു ഓപ്പൺ എയർ ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു രസമാണ് ഇവിടെ കാണാനായിട്ട്. ഡ്രങ്കൻജിയുടെ റൂം എത്തി കഴിഞ്ഞു. അതേപോലെ തന്നെ റൂം അല്ലേടോ? വ്യത്യാസം വല്ലതും ഉണ്ടോ? സെയിം റൂംസ് അല്ലേ? ഓക്കെ, ഒരു വ്യത്യാസമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ റൂമിലേക്ക് തിരികെ പോകാൻ കാര്യം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എന്തായാലും ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമല്ലോ. എന്നാലും ഏരിയ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡ്രങ്കൻജിയുടെ റൂം അപ്പുറത്താണ്. ഒരിക്കലും മദ്യപാനിയുടെ അടുത്ത് കൊണ്ടുവരത്തില്ല. അപ്പോൾ നമ്മുടെ റൂമിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഒരു സാധാരണ റൂം, വലിയ ബഹളവും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യമില്ലാത്ത രീതിയിൽ ഉള്ളൊരു ചെറിയ റൂമാണെന്ന് നമുക്ക് പറയാം. കാരണം മദ്യപാനിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ ഒരു റൂംസ് ഇത്രയും ചെറിയൊരു റൂം മദ്യപാനി എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊള്ളാം, തരക്കേടില്ല. ഒരു കബോർഡ്, ഒരു ടെലിഫോൺ, എല്ലാം ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഗൈസ്. പിന്നെ ഒരു തരക്കേടില്ലാത്തൊരു ബാത്റൂം. കുറച്ച് പഴകിയ ഒരു സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അത്ര ഒരു പുതിയ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സംഗതി കുഴപ്പമില്ല. അപ്പൊ ഏതായാലും ഗൈസ്, നമ്മൾ റൂമിൽ എത്തിയ സ്ഥിതിക്ക് ഇനി ഒട്ടും സമയം കളയില്ല. വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക. വേഗം തന്നെ, മഴയൊന്നും നമുക്കൊരു വിഷയമല്ല. അപ്പോൾ ഇനി ബാർ തപ്പിപ്പോകണ്ട. ബാർ ഞാൻ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഗൈസ്. അത് ലൊക്കേഷൻ മാത്രമേ അറിയത്തുള്ളൂ. ബാറിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ബാറിൽ തന്നെ പോകണം. മദ്യപാനി ഈസ് ഓൾ സെറ്റ് ടു ബോസ്. അതായത് വെള്ളം അടിക്കാൻ റെഡിയായി കഴിഞ്ഞു മദ്യപാനി. ഇനി നമ്മുടെ ഡ്രങ്കൻ എന്തൊക്കെയാണെന്ന് നമുക്ക് അവിടെ പോയി തന്നെ നോക്കാം. റെഡി ആയിട്ടിരിക്കുമായിരുന്നു നേരത്തെ തന്നെ. 101 ഡ്രങ്കൻ ചെയ്, റെഡിയായോ? നമ്മുടെ മൈക്ക് വണ്ടിക്കകത്തിരിക്കുമല്ലേ? നല്ല മഴ, നല്ല മഴ. സോ ഗായ്സ്, നമ്മൾ എക്കോ ബാറിലേക്ക് പോവുകയാണ് ഗായ്സ്. നമ്മുടെ ഇന്നത്തെ ബാറിൻ്റെ പേരാണ് എക്കോ ബാർ. കുടയുണ്ട്, റൂമിനകത്തിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും നടന്നു പോകേണ്ട അവസ്ഥയാണ്. ഇങ്ങോട്ടല്ല, നോ എൻട്രി. ഇതാണ് നമ്മുടെ തറവാട്. ഇത് ബിയർ ആൻഡ് വൈൻ മാത്രമാണല്ലോ. നമുക്ക് ചെറിയ കളിപ്പീര് പറ്റി. അത് ബിയർ ആൻഡ് വൈൻ ആയിരുന്നു. പക്ഷേ നമുക്ക് പോകേണ്ടത് ലൗഞ്ചിലേക്കാണ്, ദി ഇന്റർനാഷണൽ. ഗായ്സ്, ഈ ഒരു സെഗ്മെന്റ് പറയുന്നത് റോക്കേഴ്സ് കഫേ എന്നാണ് പറയുന്നത്. റോക്കേഴ്സ് കഫേ ഇത് ആക്ച്വലി ഒരു ലൗഞ്ച് ആണെന്നാണ് ഇവർ പറയപ്പെടുന്നത്. അപ്പൊ ഗായ്സ്, എന്താണെന്ന് പറഞ്ഞാലും മദ്യപാനിനെ ഒരിക്കലും തോൽപ്പിക്കാനായില്ല. സത്യം കുരു പൊട്ടിയിരിക്കുക സത്യമായിട്ടും. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ എന്നിരുന്നാലും വി ഡോണ്ട് കെയർ.
അപ്പൊ എന്തായാലും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ടച്ചിങ്സ് മേടിക്കാൻ പോവാം. കം ഓൺ ഗയ്സ്, ലെറ്റ്സ് മൂവ് ഓൺ. നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒരു ഗ്രീൻ അനിയനും ആ ഓറഞ്ച് എടുത്തു, രണ്ടെണ്ണം ചേർത്തു. അല്ല, ഓരോന്ന് മതി, ചെറിയ സാധനം. ഓക്കെ, സോഡയും കൂടെ. ബ്രോ സോഡ ഇരിപ്പുണ്ടോ? ആ എടുത്തോ. പിന്നെ ഒരു ചെറിയ കപ്പലണ്ടി കൂടെ. സോഡ അതുപോലെ വല്ലോ കൊല്ലിട്ടുള്ള സോഡ പെടാവല്ല. എല്ലാവരും കിട്ടാതിട്ടാ പേര്. ഇല്ല, നമ്മൾ അങ്ങനെ തോൽപ്പിക്കാനാവത്തില്ലല്ലോ. सोडा नहीं है, लेकिन छोटा वाला दो से दो. ठीक. എന്തായാലും നമ്മുടെ ചെറിയ പരിപാടിക്ക് ഇത്ര ഐറ്റംസ് ഒക്കെ ധാരാളം. കാര്യങ്ങളെല്ലാം സജ്ജമാണ്. നമ്മൾ എവിടെ പോയാലും നമ്മളെ പൂച്ചകളെ വീണാലും എത്ര മോളിൽ നിന്ന് വീണാലും 4 കാലിലെ വീടുകളെന്ന് പറയുന്നത് അത് തന്നെയാണ് മദ്യപാനിയുടെ അവസ്ഥ. എങ്ങനെയൊക്കെ ചവിട്ടി താഴ്ത്തി എന്ന് പറഞ്ഞാലും നമ്മൾ പിടിച്ചു നിൽക്കും കാശ്. നമ്മളെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ. സ്റ്റേ ട്യൂൺ. ഡ്രങ്കൻജി, നമ്മൾ എത്തിയിരിക്കുകയാണ്. എവിടെയാണെന്ന് പറയുന്നത് നമ്മുടെ ലേസ് വിട്ടുള്ള കളിയില്ല അല്ലേ? ടച്ചിങ്സ് കുറെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞ അവർക്ക് എന്താണ് സംഭവം മനസ്സിലായില്ല കടക്കെ പിള്ളേർക്ക്. വലിയ ഊരാക്കുരുക്കുടുക്കുകളും മാനസിക സംഘടനകളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മുടെ റൂമിലെത്തി. സമയം ഏകദേശം ഇപ്പൊ എത്ര മണിയായിടും? 10 കഴിഞ്ഞു. രാത്രി 10. സമയം പോലും ഇല്ല. കുറെ കാര്യങ്ങൾ പറയാനുണ്ട് ഗായ്സ്, അത് പറയാം. അപ്പൊ ഏതായാലും വേറൊന്നുമല്ല, നമ്മുടെ കമ്പനി ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു വളരെ ഷോർട്ട് വീഡിയോ നേരത്തെ തന്നെ പറഞ്ഞു. കാരണം നമ്മൾ ഇന്ന് അധികവും നമ്മൾ യാത്ര ചെയ്തു ടയേർഡാണ്. നാളെയാണ് നമുക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ളത്, പ്രോപ്പർ വീഡിയോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ലൈറ്റായിട്ട് മാത്രമേ വീഡിയോ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ സാധനമൊന്നും മേടിച്ചില്ല. കമ്പനിക്കാരന്റെ കാര്യമാണ് ഇന്ന് യഥാർത്ഥത്തിൽ പറയാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ കാര്യം. അങ്ങനെ നമ്മുടെ ഡ്രങ്കൻ ജി എപ്പോഴത്തെയും പോലെ തന്നെ സജ്ജീകരണങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കമ്പനിക്കാരനെ കാണിച്ചു കൊടുത്തോളൂ. അതെ ഗായ്സ്, സ്മിർനോഫ്. ഇതിനെക്കുറിച്ച് നമുക്കൊരു കഥ പറയാനുണ്ട് ഇന്ന് അല്ലേ? എങ്ങനെ ഇവൻ നമുക്ക് വന്നു, നമ്മുടെ കയ്യിൽ ഇവൻ വന്നു എന്നുള്ള കാര്യം പറയാനുണ്ട്. ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഗായ്സ് സ്മിർനോഫ് വോഡ്ക. അപ്പൊ പണി തുടങ്ങിയാലോ? എന്താ ചാരായോ? മതി, ചെറുതായിട്ട് ഒഴിയാടോ. ഒന്നാമത് കുടിപ്പിച്ച് കിടത്തല്ലേ മനുഷ്യനെ. വരണ്ട ഇതിന്റെ സന്തോഷമൊക്കെ വരുന്നേ. വെള്ളം വേണം. അതെ ഗായ്സ്, ഇന്നത്തെ വീഡിയോക്ക് മറ്റൊരു സ്പെഷ്യാലിറ്റിയോടെ നമ്മൾ ഇപ്പൊ സ്പെഷ്യാലിറ്റിയെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടല്ല ആക്ച്വലി. പക്ഷെ എന്നിരുന്നാലും പലരും നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ബ്രോസ് സോഡ ഉപയോഗം കുറയ്ക്കൂ. അത് എനിക്കും പേഴ്സണലി അറിയാം, അതിന്റെ ഡിഫിക്കൽട്ടിയും അതിന്റെ ഹാർംഫുൾനെസ് ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സോഡയിൽ നിന്ന് ഇത്തിരി വെള്ളത്തിലേക്ക് പിടിച്ചിരിക്കുക. എന്ത് പറഞ്ഞു ഡ്രാഗൻ?
ഞാനും മിക്കവാറും പറയാറുള്ളതാണ്. അല്ല, താങ്കൾ എപ്പോഴും വെള്ളമൊക്കെ കഴിക്കുന്നതാണല്ലോ, വെള്ളത്തിനകത്ത് വെള്ളം ഒഴിച്ചാണല്ലോ കുടിക്കുന്നത്. ഐ മീൻ തണ്ണിക്കകത്ത് തണ്ണി ഊത്തി കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ചേ കുടിക്കുന്നുള്ളൂ അല്ലേ? ഒഴിച്ചോളൂ മിസ്റ്റർ ഡ്രങ്കൻ ജി. അങ്ങനെ വെള്ളം ഒഴിച്ച് ഞാൻ കുടിക്കാറില്ല. വെള്ളം ഒഴിച്ച് അടിക്കുന്നതാണോ നല്ലത്? ബെസ്റ്റ്. കുറച്ച് കുടിക്കണോ? എനിക്ക് വെള്ളം, ഒന്നാമത് വെള്ളമാണ്, എനിക്ക് അങ്ങനൊന്നും പറ്റത്തൊന്നുമില്ല. വെള്ളം ഒഴിച്ചാൽ മറ്റേ സോഡയുടെ കുത്തലൊന്നും കാണത്തില്ല. അത് ശരി, അതൊരു ഫാക്ടറാണ്. പക്ഷേ കട്ടിയായ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ താങ്ക് യു മിസ്റ്റർ ഡ്രങ്കൻ ജി. അപ്പോൾ ദ ഫസ്റ്റ് ചിയേഴ്സ് ഓഫ് ദ നൈറ്റ് ഈസ് ഹിയർ. ആട്ടാടി ഷേക്ക് തുടക്കത്തിലേ വരുന്നേ. അല്ല, ഇത്ര നേരമായില്ലേ മനുഷ്യൻ ടെൻഷൻ അടിച്ചു രസിക്കുന്നുണ്ടല്ലേ? പിന്നെ കുറെ കാലത്തിന് ശേഷമാണ് പച്ചവെള്ളത്തിൽ സാധനം പഠിക്കാൻ പോണത്. അതിന്റെ ഒരു ചെറിയൊരു ദിവാനെ തോൽപ്പിക്കാനാവില്ല. ഇനി എന്റെ ഫേവററ്റ് സാധനം കൂടിപ്പോയാണ് ഒഴിച്ചത്. വെള്ളമായോണ്ട് ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് എല്ലാം മറക്കാം. ഡ്രഗൻ, അടുത്ത റൗണ്ട് മയക്കുപിടി വെക്കാം. ഒഴിച്ചോളൂ. എനിക്ക് ചെറുത് മതി, എനിക്ക് കാട്ടാടിയൊന്നും വേണ്ട. മനസ്സ് കലങ്ങിയിരിക്കുക. എനിക്ക് കുറെ ഒഴിക്കാൻ പറഞ്ഞപ്പോ എനിക്ക് കൂടുതലും തനിക്ക് കുറവോ? ഞാൻ എന്ത് മനുഷ്യനാടോ? വെള്ളം മതി. ഇനിയിപ്പോ വെള്ളം മതി. എല്ലാം കൂടെ മിക്സ് ആയിട്ട് അവസാനം കോൺട്രയാവും. ഇത് എന്റെ ഐറ്റം അല്ലേ? താനെന്തിനാ എന്റെ ഐറ്റം എടുത്ത് പിടിച്ചത്? കിട്ടിയത് പെട്ടെന്ന് എടുത്ത് വായി വെച്ചു. അതെ, അത് ശരിയാ. പിന്നെ ഒന്നൊന്നുമില്ല, സാരി അടിച്ച് കഴിയുമ്പോ എന്തെങ്കിലും മതി. അതൊക്കെ ആയിരിക്കും ചിലത് സോപ്പ് ഉണക്കുന്നൊക്കെ. അല്ല, ബാത്റൂമിൽ നിന്ന് ഒളിച്ചിരുന്ന് അടിക്കുമ്പോഴായിരിക്കും ഒന്നുമില്ല, അപ്പോഴേക്കും സോപ്പ് എടുത്ത് ഉണക്കും. ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സെക്കൻഡ് റൗണ്ട് ഈസ് ദ റിവ്യൂ റൗണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല, ബിക്കോസ് ഇറ്റ്സ് സ്മിർനോഫ്. അതുപോലെ തന്നെ പക്ഷെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ച് ഫീഡ്ബാക്ക് തരാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴത്തേയും പോലെ നമ്മൾ ആക്ച്വലി ഇന്നത്തെ ദിവസം റൂമിലിരുന്നല്ലായിരുന്നു കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ബാറിൽ പോയി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടല്ലോ, ബാറിലോട്ട് പോയതുമാണ് നമ്മൾ. പക്ഷേ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ പറയാം. ഇതിനുശേഷം അത് പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. ഓ, എനിക്കിത് മതി ഡെറ്റിങ്സ് ആയിട്ട്. അപ്പൊ കാര്യം നേർന്നല്ല, നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ, നമ്മൾ ബാറിലേക്ക് കയറി, എക്കോ ബാറിലേക്ക് കയറി നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് എടുത്തു. അകത്തോട്ട് കയറിയില്ല, ബാറിന്റെ പ്രിമൈസസ് മാത്രം ഒന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്താണ്. അപ്പോഴേക്കും അവരുടെ ലൗഞ്ചിന്റെ പുറത്ത് നിന്ന് അവരുടെ ലൗഞ്ചിന്റെ പേരൊക്കെ മാത്രമേ ഞാൻ എടുത്തിരുന്നുള്ളൂ. അപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറയും, എന്താ സംഭവം, നിങ്ങൾ പെർമിഷൻ എടുത്തോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഉടക്ക്, കലിപ്പല്ല, ആ ഒരു നെഗറ്റീവ് സംസാരം. ഞാൻ പറഞ്ഞു, ഞാൻ പെർമിഷൻ എടുക്കാം, ആരോടാണ് പെർമിഷൻ ചോദിക്കേണ്ടതെന്ന് വെച്ചു. ഇവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ യൂട്യൂബറാണ്. എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബറാണ്, കാര്യങ്ങളൊക്കെ ഇതാണ്, ലിക്കർ വ്ളോഗറാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് സാർ അങ്ങനെ പറ്റില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള ഒരുപാട് എക്സ്ക്യൂസസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരികെ നടന്നു. അപ്പോഴേക്കൊന്നുമാണ് ഇവന്മാർ പിന്നെയും വന്നിട്ട് വന്നത്, കസ്റ്റമർ പറയുന്നത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം. ഞാൻ പറഞ്ഞു, വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തില്ലല്ലോ, ഞാൻ അകത്തോട്ട് കയറി വന്നു. കസ്റ്റമേഴ്സിന്റെ ഫേസോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പോലും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, ബാറിന്റെ ഗ്ലാസിന്റെ പുറത്ത് നിൽക്കുവാണ് ഞങ്ങൾ. പക്ഷേ അവർക്ക് പേടി, കാരണം പലരും ഒളിച്ചും പാത്തും ഒക്കെ വന്നാണ് അടിക്കുന്നവന്മാർ, വെള്ളം അടിക്കുന്നവന്മാരെ. അപ്പൊ പിന്നെ സ്വാഭാവികമാണ് ആ പേടി. നമ്മളെങ്ങനെ എടുത്ത് അപ്ലോഡ് ചെയ്താൽ അവരുടെ കുടുംബം കലങ്ങുമല്ലോ, അല്ലേ മിസ്റ്റർ ഡ്രഗൻ? അതെ. അതെ.
അപ്പൊ നമ്മൾ എന്റെ ഭാഗം ന്യായീകരിക്കുമല്ല എന്നിരുന്നാണ് ഞാൻ പറയുന്നത്. അതൊക്കെയാണ് നമുക്ക് സംഭവിച്ച വിഷയങ്ങൾ. അങ്ങനെ പിന്നെ കസ്റ്റമേഴ്സ് ആ ഒരു പ്രശ്നമുള്ള കസ്റ്റമേഴ്സ് പുറത്ത് വന്നു, അവന്മാരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവർ നോക്കിയപ്പോൾ ആ വീഡിയോക്കത്തൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ അവന്മാരുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടും ഒരു സംതൃപ്തിക്കും വേണ്ടിയിട്ട് നമ്മൾ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് പാക്കപ്പ് ചെയ്തു. പിന്നെ അത്രയും ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ 2-3 ബാറുകളിൽ പോയി നോക്കി. വീഡിയോ ഷൂട്ട് ചെയ്യാൻ എന്താണെന്ന് വെച്ചെങ്കിൽ പിന്നെയും ബാർ ഷൂട്ട് ചെയ്ത് അവസാന നിമിഷം എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഷൂട്ട് ചെയ്യായിരുന്നു. അങ്ങനെ ഒരുപാട് ബാറുകളിൽ പോയി. പക്ഷേ അവിടെ എല്ലാം തന്നെ നല്ല റഷാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അറിയാലോ ബാറിലൊക്കെ രാത്രി സമയങ്ങളിൽ നമ്മുടെ ആലപ്പുഴയെക്കാളും ഒക്കെ ഒരുപാട് റഷാണ് കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഷൂട്ട് നടന്നില്ല. പിന്നെ നമുക്ക് പരിചയമുള്ള ഒരു ബാറിൽ കയറിയതാ ഈ സാധനം പാഴ്സൽ പെഗ് റേറ്റിൽ പാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അതാണ് നമ്മുടെ ചരിത്രം. അപ്പം എന്തായാലും മനസ്സ് ശരിക്കും പറഞ്ഞാൽ ആ കൂടെ ഡൗൺ ആയപ്പോഴുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. അത് കൊച്ചിയിൽ നിന്നും കൂടെ ആയപ്പോഴേക്ക് നമുക്ക് ശരിക്കും ഒരു ചെറിയൊരു മനസ്സിൻ്റെ ഒരു വിഷമം. ബട്ട് ഐ ഡോണ്ട് കെയർ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കാര്യം എങ്ങനെയായാലും ഇവിടെ കൊണ്ട് എത്തിക്കും. അതിൻ്റെ സത്യമാണ് അതിൻ്റെ തെളിവാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ മദ്യപാനീനെ തോൽപ്പിക്കാൻ ഒരു പുണ്ണാക്കും പറ്റത്തില്ല. സോ അടുത്ത റൗണ്ട് മൈക്ക് വെടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഷോർട്ട് വീഡിയോ ആണ്, കാരണം ഇന്ന് ഒരുപാട് ലേറ്റായി, ഞങ്ങൾ ഒരുപാട് ടയേർഡായി, മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ടയേർഡായി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, അങ്ങനത്തെ കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത പെഗ് കൂടെ ഒഴിക്കുകയാണ്. ഈ പെഗ് കൂടെ നമ്മൾ നിർത്തുകയാണ് ഉദ്ദേശിക്കുന്നത്. ഐ എം സോറി ഗായ്സ്. ഈ റൗണ്ട് കുറച്ച് വെച്ച് തരാം. എനിക്ക് ഇത്ര മതി. ശരി. ഈ റൗണ്ട് സോഡ കഴിച്ചല്ല. സോഡ വേണ്ട എനിക്ക് വെള്ളം മതി. So the last round മൈക്ക് വെടി ഗായ്സ്. ഈ രാത്രിയിലെ ലാസ്റ്റ് റൗണ്ട് മൈക്ക് വെടിയുടെ സമയം എത്തിക്കഴിഞ്ഞു. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ അടിക്കാൻ പോകണം, വേറെ കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ. സോ the last cheers of the night. Cheers with you. ഒരു മടി. ഗായ്സ്, ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വെള്ളം ഒഴിച്ച് കുടിക്കാൻ ഭയങ്കര പാടുണ്ട്. എനിക്ക് അങ്ങോട്ട് കഴിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ തികിട്ടി വരുന്നുള്ളൂ. പക്ഷേ ഒരു ഹെൽത്തി വേ ഓഫ് ഡ്രിങ്കിങ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വെള്ളം തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. സോഡ നമുക്ക് ഒരുപാട് ഹാംഫുൾനെസ് ആണ്, ഒരുപാട് ഹാം ചെയ്യും നമ്മളെ. അപ്പോൾ എന്നിരുന്നാലും ഇനി നമുക്ക് ഫുഡ് അടിക്കുമ്പോൾ കാണാം. സ്റ്റേ ട്യൂൺഡ് ഗായ്സ്. സോ ഗായ്സ്, നമ്മുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ഈ ഫുഡ് അടിക്കാൻ വന്നിരിക്കുകയാണ് ഹോട്ടൽ സോണ. വേറെ എവിടെയും കണ്ടില്ല ഇത്ര ലേറ്റ് അവേഴ്സിൽ നല്ല ഭക്ഷണം കിട്ടുന്നത് ഇവിടെ മാത്രമേ ഉള്ളെന്നാണ് ഞാൻ അന്വേഷിച്ച് പറഞ്ഞ്. ഇതാ കണ്ടില്ലേ കാണിച്ചുതരാം. ചപ്പാത്തി ചപ്പാത്തി ഒരു 8 ചപ്പാത്തി അറിയുന്നുള്ളൂ. നമ്മൾ എപ്പോഴും ബീഫ് പറയുന്നതാണോ? ഇന്ന് ചപ്പാത്തി, 2 ബീഫ്, ചിക്കൻ മപ്പാസ്. നമ്മുടെ ഫുഡ് എത്തിക്കഴിഞ്ഞു. ചിക്കൻ മപ്പാസ് അല്ലേ പറഞ്ഞേ? അതെന്താ സംഭവം? രംഗൻജി, താങ്കൾ ധൃതിയായോ? 12 മണിയായല്ലേ? എനിക്ക് എടുത്ത് കളത്തിക്കും. മതിയോ? ഒരു
ഇവിടെ അവിടെ പോണി കേട്ടോ. എങ്ങോട്ടേ പോയത്? സമയം 12 മണി കഴിഞ്ഞേ. പക്ഷേ ഈ ചപ്പാത്തിയുണ്ട്, ഇതിന്റെ പ്രത്യേകത ഇത് ഇങ്ങനെ എടുത്തിട്ട് പിടിപ്പിച്ചിട്ടുണ്ടോ, ഈ ഗ്രേവി മാത്രം മതി. അപ്പോൾ ഗായ്സ്, എപ്പോഴത്തേയും പോലെ തന്നെ പുതിയൊരു ബ്രാൻഡുമായി ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. അതുവരെ cheers guys and enjoy and good night. Okay.